ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ വർഷത്തെ രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ അത്താഴത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് കിടന്ന് നീച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ നീച്ചപ്പോൾ ഒരു മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് കണ്ട് പത്തിരി ഇറച്ചിയൊക്കെ കഴിച്ച് ചിക്കൻ കറി കഴിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി നീച്ച് രാവിലെ ആയപ്പോൾ പിന്നെ സുബിയൊക്കെ നിസ്കരിച്ച് കണ്ട് മൂക്ക് പാലൊക്കെ കൊടുത്ത് പിന്നെ ഓൾ ഉറങ്ങണില്ല. ഓൾ കിടന്നിട്ട് ഞാൻ ഉറങ്ങുകയും ചെയ്തിട്ടാണ്. പിന്നെ എഴുന്നേറ്റപ്പോൾ ഓളിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്, പാവം തോന്നിയപ്പോൾ എനിക്ക്. അപ്പോൾ ഓളെ സോപ്പിട്ടിക്കാണ്ട് ഞാനിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് ഞാൻ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ പോയി. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച് വന്നിക്കാണ്ട് ഞാൻ ഓളെ ബാത്ത് ടബും ഇതൊക്കെ റെഡിയാക്കിക്കാണ്ട് ഓളെ കുളിപ്പിച്ചെടുത്തു. ഓളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലെവലാക്കി ഓളെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഞാൻ അതിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കരുതിയത്. എനിക്ക് പാവം തോന്നുന്നു. അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞൊക്കെ അതിനെ വെച്ച് കണ്ടപ്പെട്ട ഓൾക്ക് തന്നെ റിസ്ക് ഉണ്ട്. എന്നാലും എനിക്ക് ഓൾ അങ്ങനെയൊക്കെ നിന്നൊരു കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഓളെ റെഡിയാക്കാനുള്ള ക്ഷമ നോക്കില്ല, കാരണം ഓൾ നേരത്തെ എഴുന്നേറ്റിക്കണം. എന്നിട്ട് ഞങ്ങൾ പാലും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓളെ റെഡിയാക്കിയിരുന്നപ്പോൾ ഓൾ കരച്ചിൽ തുടങ്ങി. ഞാൻ പിന്നെ ഓളൊന്ന് സമാധാനിപ്പിച്ച് പാലൊക്കെ കൊടുത്തതാക്കിയപ്പോഴേക്കും ഓനും പോകാൻ റെഡിയായി. ഓനും പറഞ്ഞയച്ച് മൂപ്പരും പോയി. അപ്പോൾ മൂപ്പരും പറഞ്ഞയച്ചിട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നൈലോണ്ട് 2 ഭാഗത്ത് 2 തലയണ വെച്ചെടുത്തു, കാരണം മോൾ മറിയുന്നുണ്ട് ഇപ്പോൾ. അപ്പം മറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് തലയണ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മോൾ ഉറങ്ങണില്ല. അപ്പോൾ ഞാൻ അകൊക്കെ അടിച്ചിരുന്ന് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചിക്കാണ്ട് ചൂല് കൊടുത്തുകൊണ്ട് അകൊക്കെ അടിച്ചു തരാൻ നിന്നിട്ടോ. ഞാൻ ഈ അടിച്ചു തരാൻ പോണ് ഭയങ്കര കോമഡിയാണ്. കാരണം ഞാൻ ഓരോ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള സോങ്ങൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം മിണ്ടാണ്ട് ഇങ്ങനെ അതും കേട്ടെടുക്കും. അപ്പം ഞാൻ ആ പാട്ടിങ്ങനെ കയ്യും തോറും പിന്നെ അത് റീപ്ലേ ചെയ്തുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ പോയിക്കാണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ എൻ്റെ പണി തീർക്കൂട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അടിക്കലും തുടക്കലൊക്കെ വൃത്തിയാക്കലൊക്കെ വേഗം കഴിച്ച്. അതിൻ്റെ ഇടയിലൊക്കെ കരയണമുണ്ട്, പാട്ട് നിൽക്കുമ്പോഴൊക്കെ കരയണുണ്ട് കേട്ടോ. പക്ഷെ അത് മൈൻഡാക്കാണ്ട് ഞാൻ വേഗം അടിച്ചുവരിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വീടൊക്കെ നല്ല രീതിയിലാക്കിയിട്ടിക്കാണ്ട് പിന്നെ ഞാൻ ഓളടുത്തേക്ക് വന്ന്. പിന്നെ ഓളോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ അപ്പുറത്തെ താത്താൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തുള്ള താത്ത ഉണ്ടാകുമ്പോൾ താത്തൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ താത്ത എല്ലായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ താത്താൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് ഞാൻ ഓളായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഇന്നലെ എൻ്റെ കെട്ടിയോനെ എന്താ പറയുക, ഞാൻ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ അവൻ പറഞ്ഞ് ഓനക്ക് എന്താ മോഡേൺ ജ്യൂസൊന്നും വേണ്ട, അപ്പം ലൈം ജ്യൂസ് മതി, ഒരു ജഗ് ലൈം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനും വേണ്ടിയിട്ട് ഓനക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയ്ക്ക് പിന്നെ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ മോള് എഴുന്നേൽക്കണം കാണാതെ അപ്പോൾ ഞാൻ പോയി നോക്കി റൂമിലെ. അപ്പം ഉണ്ട് ആൾ കണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കണം, മിണ്ടാണ്ട് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാണ്ട് എനിക്ക് പോകാൻ തോന്നിയിട്ടാണ്. പിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ഓളെ എടുത്തോടുന്ന് കണ്ട് തറയിൽ കിടത്തി. അപ്പോഴേക്ക് ഷിംക്കൊക്കെ വന്ന് മൂപ്പര് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും കാണാത്ത സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വേഗം ഫ്രിഡ്ജിലൊക്കെ നല്ല തണുപ്പിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. നോൻപ് ഇത് പെറുക്കാനാവുമ്പോഴുള്ള ഒരു ഫുഡ് കഴിക്കാനുള്ള എന്താ പറയുക ഒരു വെത്തപ്പാട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് പൊറാട്ടയും പത്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാസറോളിലാക്കി മാറ്റി വെച്ച് ഇനി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ട്, ബത്തക്ക പിന്നെ ഇന്നലത്തെ ബത്തക്ക തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ പൈനാപ്പിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുന്ന് അത് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു. ഞാനെന്താ ഇങ്ങനെ വലിയ ചക്ക കഷ്ണങ്ങളായി കട്ട് ചെയ്യുന്നത്, തൊലിയൊന്നും കളയാണ്ടെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ പണികളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കുന്ന സമയം നോക്കുമ്പോൾ തന്നെ 5 മണി 5:30 ആയിട്ടിട്ട് കേട്ടോ. ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ ഈസിയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി. പിന്നെ ടേബിളിൽ എല്ലാം കൊണ്ടുപോയി വെക്കണം. അപ്പോൾ കറിയുണ്ട്, ഇന്നലത്തെ കറിയുണ്ട്. അപ്പോൾ കറി വെക്കണ്ട, ഞാൻ അത് ചൂടാക്കി കറി ചൂടാക്കാൻ വെക്കണം, ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇത്ര ഇന്നത്തെ പണിയുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ലൈമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ച് പൊറോട്ടയും പത്തിരിയൊക്കെ കാസറോളിൽ അതും കൊണ്ടുവച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂക്ക് വെള്ളം ചായ ഉണ്ടാക്കാണ്ട് 2 ഓരോ ഫ്ലാസ്കിൽ ഉണ്ടാക്കിക്കാണ്ട് അതും ഞാൻ എടുത്ത് അതിൻ്റെ ഇടയിൽ കറി ചൂടാക്കുന്നുണ്ട്. കറി നല്ല കട്ട പിടിച്ചിട്ടുണ്ട് കറി. അപ്പോൾ കറി ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിക്കാണ്ട് കറി ചൂടാക്കാൻ വെച്ചു കേട്ടോ. കാരണം പിന്നെ അധികം സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ കറി തിളച്ച് വന്നു, സ്റ്റൗ ഓഫാക്കി അതിനിടയിൽ ചായയും പറന്ന് ഞാൻ അതും ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് പണികളുള്ള പ്ലേറ്റ് ഗ്ലാസ് സാധനങ്ങളൊക്കെ നിരത്താനുണ്ട്. ഒരുപാടൊന്നുമില്ല, ഞങ്ങൾ 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളത് ചെയ്യാനും ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച്
പിന്നെ ഒരുപാട് നേരത്തെ തന്നെ എല്ലാം കൊണ്ടുവച്ചിക്കാണ്ട് സെറ്റ് ചെയ്യണം എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മളിങ്ങനെ സമയം നോക്കിയിരിക്കും, അതൊരു സുഖമുള്ള പരിപാടിയല്ല. ആ സമയം ആവാൻ നേരത്ത് കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് വലിയ മെനക്കേടില്ലാത്തൊരു പണിയാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരമല്ലേ നോക്കണ്ടാവുള്ളൂ. പിന്നെ നല്ല ക്ഷീണമുണ്ടല്ലോ നോമ്പിന്, നല്ല ചൂടാണല്ലോ ഇപ്പോൾ, അങ്ങനെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ കറിയൊക്കെ ഞാൻ ബൗൾക്ക് വിളമ്പുമ്പോൾ തന്നെ കറിയൊക്കെ പോകുന്നുണ്ട് എൻ്റെ ബത്തപ്പാട് കൊണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ തന്നെ തുടച്ച് ക്ലീൻ ആക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ തന്നെ അതൊക്കെ ചെയ്തിട്ടോ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നുമുണ്ട്, ഒക്കെ പറയുന്നുമുണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് സെറ്റാക്കി. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള കറിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾ പിന്നെ രാത്രി കഞ്ഞിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു, കാരണം കഞ്ഞിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് രാത്രി പത്തിരി ഇറച്ചിക്കറിയൊക്കെ തന്നെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വെച്ചില്ല. പിന്നെ ടേബിളിൽ ഇതൊക്കെ വരുത്തി ഇങ്ങനെ വെക്കണ കാണാൻ നല്ല രസമല്ല. പക്ഷേ ഞങ്ങൾ പലഹാരങ്ങൾ ഉണ്ടാക്കലില്ല. ഞങ്ങൾ നല്ല തടിയാണ്, ഓണത്ര വലിയ തടിയല്ല, ഞാൻ നല്ല തടിയാണ്. കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല വണ്ണം വെച്ചുകൊണ്ട് അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കഴിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, എല്ലാ ആഗ്രഹവും എല്ലാം നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്കൊന്നിനും പറ്റാണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഓനാദ്യം ഫുഡ് കഴിച്ചു, കാരണം മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓക്ക് പാലൊക്കെ കൊടുത്ത് ഞാൻ അത് കഴിഞ്ഞ് കുട്ടീനെ പിടിച്ചപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച്. പിന്നെ അങ്ങനെ കുട്ടീനെ മാറി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ നിസ്കരിക്കാനൊക്കെ പോയത്. നിസ്കാരം മൂത്തും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാനാദ്യം നിസ്കാരം മൂത്തും കാര്യങ്ങളൊക്കെ ഇൻ്റെത് കഴിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓൻ്റെതും കഴിച്ച്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുളിക്കാൻ നിന്ന്. നല്ല ചൂടല്ല, കൂളിങ് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഒന്ന് കിടന്നുറങ്ങണം സുഖമായിട്ട് എന്ന് വിചാരിക്കും. ഇന്നും സമയം ഒരുപാട് ആയിക്കണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്